കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാനുള്ള ഇറാൻ-യു.എസ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് ലോകം. ഒരേ സമയം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതിൽ ഇറാനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് നദാൻസ്, ഇസ്ഫഹാൻ, ഫർദോ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ്. നദാൻസ് ആണവ കേന്ദ്രത്തിൽ കനത്ത നാശമുണ്ടായി. ആണവ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തെ സംവിധാനങ്ങൾ തകർന്നതായാണ് ലഭിക്കുന്ന വിവരം. 60% യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ശേഷിയുണ്ട് നദാൻസ് ആണവ നിലയത്തിന്. വൈദ്യുതി, ജനറേറ്റർ സംവിധാനങ്ങളും തകർന്നിട്ടുണ്ട്. തകർന്ന ആണവ നിലയത്തിൽ നിന്നുള്ള റേഡിയേഷനിൽ റഷ്യ ആശങ്ക രേഖപ്പെടുത്തി. എന്നാൽ റേഡിയേഷന്റെ അളവ് കുറവാണ് എന്നാണ് വിവരം. തെക്കൻ ടെഹ്റാനിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയാണ് നദാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവായുധമെന്ന ലക്ഷ്യത്തിലേക്കെത്താനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് നദാൻസിലേത്. മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി 3 നിലകളിൽ ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. യു.എസും ഇസ്രയേലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ സ്ഥലത്തെപ്പറ്റി നിരവധി രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്ഫഹാൻ ആണവ നിലയത്തിലും ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഫർദോ ആണവ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. ടെഹ്റാനിൽ നിന്ന് 100 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ് ഫർദോ യുറേനിയം സമ്പുഷ്ടീകരണ ആണവ കേന്ദ്രം. മറ്റൊരു പ്രധാന കാസ്കേഡ് സെൻട്രിഫ്യൂജ് കേന്ദ്രമാണെങ്കിലും നദാൻസിനെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ്. പർവ്വതത്തിന് താഴെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിന് വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയുണ്ട്. 2007 നിർമ്മാണം തുടങ്ങിയെങ്കിലും 2 വർഷം കൂടി കഴിഞ്ഞാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് കണ്ടുപിടിച്ചതും ഇറാൻ ഇക്കാര്യം സമ്മതിച്ചതും. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇറാനിലെ ഏക ആണവോർജ കേന്ദ്രമാണ് ബുഷെഹർ ആണവോർജ കേന്ദ്രം. ടെഹ്റാനിൽ നിന്ന് 750 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്നു. റഷ്യ നൽകുന്ന യുറേനിയം ഉപയോഗിച്ച് IAEA നിരീക്ഷണത്തിലാണ് പ്രവർത്തനമെന്നാണ് റിപ്പോർട്ടുകൾ. പ്ലൂട്ടോണിയം ഉൽപ്പാദനമുള്ള അറാഖ് ഘനജല റിയാക്ടറും ഇറാനിലുണ്ട്. ടെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ആണവ ശാസ്ത്രജ്ഞർ ജോലി ചെയ്യുന്ന ഇസ്ഫഹാൻ ആണവ സാങ്കേതിക വിദ്യാ കേന്ദ്രവും ഇറാനുണ്ട്. ഇതിനു പുറമെ ബൊനാബ്, ഗൊന്ദാബ് എന്നിവിടങ്ങളിൽ ആണവ ഗവേഷണ കേന്ദ്രങ്ങളും ലാവിസാൻ, മറിവാൻ, വറാമിൻ എന്നിവിടങ്ങളിൽ വിശദാംശങ്ങൾ പുറത്തുവിടാത്ത കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നതായി പറയപ്പെടുന്നു. അതായത് ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇറാന്റെ ആണവായുധ പദ്ധതിയെ പിടിച്ചു കെട്ടാനാവില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ അണ്വായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനും ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിൻവാങ്ങാനും ഇടയുണ്ട്. അത് ഇറാന്റെ ആണവ പദ്ധതികളിലെ അന്താരാഷ്ട്ര മേൽനോട്ടം പരിമിതപ്പെടുത്തുമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നു. സമീപകാലത്ത് നിരവധി തവണ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. അവരുടെ ആണവ പദ്ധതികളെ വൈകിപ്പിക്കുക, തകിടമറിക്കുക ഇതൊക്കെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണവും പ്രധാന ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളും നടത്തിയത്. അപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ ഇത്രയും ശക്തമായി എതിർക്കുന്നത്? ഇറാന് അണ്വായുധമുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നു. 94 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായാൽ അവയ്ക്ക് അനായാസം ഇസ്രായേൽ നഗരങ്ങളിൽ എത്താൻ പറ്റും. അവയിൽ ആണവ പോർമുനകൾ കൂടിയുണ്ടെങ്കിൽ ഇസ്രായേൽ ഭൂമുഖത്ത് അവശേഷിക്കില്ല എന്ന് അവർ ഭയക്കുന്നു. അതിനാൽ ഇറാന് ആണവായുധം കൈവശമാവുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇസ്രായേലിന് പറ്റില്ല. ഇറാൻ ആണവായുധം ഉപയോഗിച്ചില്ലെങ്കിലും ആണവായുധ ശേഷിയുണ്ട് എന്ന ബോധ്യം ഇറാന് തന്ത്രപരമായ മുൻതൂക്കം നൽകും. അത് ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇറാൻ പ്രോക്സികൾക്ക് നിരന്തരമായി തങ്ങളെ ആക്രമിക്കാൻ ധൈര്യം നൽകുമെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ള നേതാക്കൾ ഇസ്രായേലിനെ നീക്കം ചെയ്യേണ്ട അർബുദമായാണ് കാണുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് ആണവായുധമുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടൽ വളരെ കുറയും. ആണവായുധമുള്ള ഇറാനെതിരെ നിൽക്കാൻ അമേരിക്ക പോലും മടിച്ചേക്കും.
അത് നയതന്ത്രപരമായും സൈനികപരമായും ഒറ്റപ്പെടുത്തുമെന്നും ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രുത രൂക്ഷമായത്. മതം, പ്രത്യയശാസ്ത്രം, ഭൗമരാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങൾ അതിന് വളക്കൂറേകി. യുഎസിൻ്റെ ഇസ്രായേലിനോടുള്ള ആഭിമുഖ്യം തങ്ങളുടെ പ്രാദേശിക സമഗ്രതയ്ക്കുണ്ടാക്കുന്ന ഭീതി ഇറാനെയും ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയെന്ന ആശങ്ക ഇസ്രായേലിനെയും നിരന്തരം വേട്ടയാടി. 2023 ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ അതിൽ ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നു. യുദ്ധത്തിൽ പിന്നീട് ഹിസ്ബുള്ള ചേർന്നതോടെ സംഘർഷം ലെബനിലേക്കും ഹൂതികളുടെ പങ്കിനെ തുടർന്ന് യമനിലേക്കും പടർന്നു. സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങളും ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നയിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന പ്രതിരോധ അച്ചുതണ്ട് സഖ്യത്തിലെ സംഘടനകളാണ് ഇവരെല്ലാം. അതിൽ ഹമാസ് നേതാക്കളെയെല്ലാം ഇസ്രായേൽ വധിച്ചു. ഹിസ്ബുള്ളയെയും ഏതാണ്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇറാനെതിരെ ഇപ്പോൾ നേരിട്ടിറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏകപക്ഷീയമായ ഈ ആക്രമണം മുസ്ലിം രാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ വഴിവെച്ചേക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനകം തന്നെ സൗദി, UAE, ഖത്തർ, ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയാകട്ടെ ഇസ്രായേലിൻ്റെ ആക്രമണം പ്രകോപനമില്ലാതെയായിരുന്നുവെന്നും നിയമവിരുദ്ധമാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചൈന മൗനം പാലിക്കുന്നുണ്ട് എങ്കിലും അഭിപ്രായം മറിച്ചാവാൻ ഇടയേയില്ല. ഇന്ത്യക്കാവട്ടെ ഇതിൽ ആരെയും വെറുപ്പിക്കാനാവാത്ത അവസ്ഥയാണ്. ഗാസയിൽ വെടിനിർത്തൽ വൈകുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇറാന്റെ കാര്യത്തിൽ അവരുടെ നിലപാടുകൾ ഏറെക്കുറെ സമാനമാണ്. തൻ്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് ഇറാന്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ നിന്നും പിന്മാറി കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രണ്ടാം വട്ടം അധികാരമേറ്റ ശേഷം ഇറാനുമായി പുതിയ ആണവ കരാർ ഉണ്ടാക്കാൻ ട്രംപ് നയതന്ത്ര നടപടികൾ ആരംഭിച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെച്ചാൽ ഉപരോധം നീക്കിക്കൊടുക്കാം എന്ന വാഗ്ദാനവും മുന്നോട്ട് വച്ചിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ പരിഹാരത്തിന് വളരെ അടുത്തെത്തിയതായി കഴിഞ്ഞ മെയ്യിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ മെയ് 31 IAEA പുറത്തുവിട്ട റിപ്പോർട്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ചു. ഇറാന്റെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ അളവ് കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഗണ്യമായി വർദ്ധിച്ച് 408.6 കിലോഗ്രാമായി. അത് 9 അണുബോംബുണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. ബോംബുണ്ടാക്കാൻ 90% സമ്പുഷ്ടീകരണം വേണമെന്നാണ് പറയുക. അണുബോംബ് നിർമ്മിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവോർജം ഉപയോഗിക്കുക എന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇറാൻ ആണവ നിർവ്യാപന കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ആണവോർജ ഏജൻസി കുറ്റപ്പെടുത്തുന്നു. അവരുടെ 3 കേന്ദ്രങ്ങളിൽ വെളിപ്പെടുത്താത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തങ്ങളുടെ ഇൻസ്പെക്ടർമാരുമായി സഹകരിക്കുന്നില്ല. ഇതായിരുന്നു IAEA ആരോപിച്ചത്. മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ യുദ്ധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിർന്നില്ല. ഡ്രോണുകളും ഏതാനും മിസൈലുകളും അയച്ച ശേഷം സംഘർഷമില്ലാതായി. അതിനുശേഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വിശദ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ മൊസാദും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അതിനായി പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു. മൊസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൈമാറിയ വിവരങ്ങൾ വിശകലനം ചെയ്തു. ഇതിനുശേഷം ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യ ആക്രമണത്താവളം ഇസ്രായേൽ സ്ഥാപിച്ചു. ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഡ്രോണുകളും ആയുധങ്ങളും ഒളിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക നേതൃത്വത്തിനെയും ലക്ഷ്യമിട്ട് വിവരശേഖരണം നടത്തി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞുകയറിയ മൊസാദാണ് സൈന്യത്തിലെ ഉന്നതരെയടക്കം ഇല്ലായ്മ ചെയ്ത ആക്രമണ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയത്.